ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ എഗ്ഗ് മപ്പാസാണ് ഉണ്ടാക്കുന്നത്. അതിനൊരു പാത്രം വെച്ച് അതിലേക്ക് എണ്ണയൊഴിച്ച് കടുകും കറിവേപ്പിലയും പൊട്ടിച്ച് അതിലേക്ക് ജിഞ്ചർ ഗാർലിക് പച്ചമുളക് ചതച്ചത് നന്നായി മൂപ്പിച്ചെടുക്കുക. ഇത് നന്നായി മൂത്തതിന് ശേഷം ഇതിലേക്ക് ചെറുതായി അരിഞ്ഞ 4-5 സവോള ഇട്ട് നന്നായി ഒന്ന് ഡാർക്ക് ബ്രൗൺ, നല്ല ബ്രൗൺ ആവേണ്ട ആവശ്യമില്ല, ഒന്ന് കുക്കായാൽ മതി. അപ്പോൾ ആദ്യം കുറച്ച് ഉപ്പിട്ട് അത് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഒന്ന് അടച്ചു വെച്ച് വേവിക്കുക. അപ്പോൾ അത് നല്ല സോഫ്റ്റായി കുക്കായി കിട്ടും. ഇനി ഒരു 5 മിനിറ്റ് അടച്ച് കുക്ക് ചെയ്തതിന് ശേഷം ഇടയ്ക്ക് ഒന്ന് ഇളക്കി 5 മിനിറ്റ് കൂടി ഒന്ന് അടച്ച് വെച്ച് കുക്ക് ചെയ്യുക. ഇനി ഇതൊന്ന് കുക്കായതിന് ശേഷം ഇതിലേക്ക് ഒരു ചെറിയ ടൊമാറ്റോ ചെറുതായി അരിഞ്ഞതിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്യുക. ഈ ടൊമാറ്റോ ഒക്കെ ഒന്ന് കുക്കായി നല്ല സോഫ്റ്റ് ആവണം. അപ്പോൾ ഇത് അടച്ചു വെച്ച് തന്നെ കുക്ക് ചെയ്യുക. ഇനി ഇതിലേക്ക് 2 ടീസ്പൂൺ നിറച്ച് കൊറിയാണ്ടർ പൗഡർ ആഡ് ചെയ്യുക. ഇതിൽ അധികം മസാലകളൊന്നും ചേർക്കുന്നില്ല. കൊറിയാണ്ടറും പെപ്പറും സോംപ് പൗഡറും മാത്രമേ ചേർക്കുന്നുള്ളൂ. ഇനി കുറച്ച് വെള്ളം ചേർക്കാം. ഇതെല്ലാം കൂടി ഒന്ന് നന്നായി ഒന്ന് മിക്സായി കിട്ടാൻ എല്ലാം കൂടി ഒന്ന് നന്നായി യോജിച്ച് കുറച്ച് വെള്ളം ഒഴിച്ചൊന്ന് ഈ മസാല എല്ലാം കൂടി ഒന്ന് നന്നായി ഇളക്കി യോജിപ്പിച്ചെടുക്കുക. ലോ ഫ്ലെയിമിൽ വെച്ച് ചെയ്യുക. മസാലയെല്ലാം ഒന്ന് കുക്കായി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർക്കാം. കുരുമുളക് പൊടി ചേർത്തതിന് ശേഷം നല്ല തിക്ക് തേങ്ങാപ്പാൽ ഇട്ട് നന്നായി ഒന്ന് ഇളക്കി ഇത് ഇനി ലോ ഫ്ലെയിമിൽ തന്നെ വെച്ചാൽ മതി. ഒന്ന് ചൂടായി കിട്ടിയാൽ മതി. ഇനി ഇതിലേക്ക് ഒരു നിറച്ച് സ്പൂൺ സോംപ് ചെറുതായി നൈസായി പൊടിച്ചത് ഇട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്യുക. നന്നായി മിക്സായതിന് ശേഷം നമ്മൾ മുട്ട പുഴുങ്ങി വെക്കണം. ഈ സമയത്ത് അത് ഞാൻ പറയാൻ വിട്ടുപോയി. ഞാനിവിടെ ഒരു 7 മുട്ടയാണ് ചേർക്കുന്നത്. അത് തൊലി കളഞ്ഞ് 4ആയി കട്ട് ചെയ്തിട്ടുണ്ട്. അത് ഇതിലേക്കിട്ട് നന്നായി മിക്സ് ചെയ്യുക. ഇപ്പോഴും ലോ ഫ്ലെയിമിൽ തന്നെ തീയാക്കുക. ഒരു 2 മിനിറ്റ് ഇതൊന്ന് മുട്ടയിൽ പിടിക്കാൻ വേണ്ടി മിക്സ് ആക്കിയതിന് ശേഷം ധനിയയുടെ ഇല ചെറുതായി അരിഞ്ഞതിട്ട് ഒരു 10-15 മിനിറ്റ് മൂടി വെച്ചതിന് ശേഷം ഉപയോഗിക്കാം. നല്ല ടേസ്റ്റിയായ എഗ്ഗ് മഫാസ് റെഡി ആയിട്ടുണ്ട്. ഇത് അപ്പത്തിൻ്റെ കൂടെയോ പത്തിരിയുടെ കൂടെയോ കഴിക്കാം. താങ്ക് യു ഓൾ ഫോർ വാച്ചിങ്.